പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിണറായി വിജയൻ സർക്കാരിൻ്റെ 5ാം വാർഷിക ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാർ 4 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. 5ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. നമുക്കറിയാം 2016 പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള 1ാം സർക്കാർ അധികാരത്തിൽ വന്നത്. അതിനുശേഷം 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു. അത് 4 വർഷം പൂർത്തിയാക്കി ഇപ്പോൾ 5ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ 5ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ 4 വർഷത്തെ നേട്ടങ്ങളും കഴിഞ്ഞ 9 വർഷത്തെ നേട്ടങ്ങളും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമത്തിലാണ് പിണറായി സർക്കാർ. ഏതാണ്ട് 100 കോടി രൂപ അതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ കഴിഞ്ഞ 9 വർഷക്കാലവും കഴിഞ്ഞ 4 വർഷക്കാലവും പിണറായി വിജയൻ സർക്കാർ എന്ത് നേട്ടമുണ്ടാക്കി എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോയിലൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിലെ ഭരണപക്ഷത്തിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് അനുകൂലമായും പ്രതികൂലമായും ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് കൂടുതലും പ്രതികൂലമായിട്ടാണ് ചർച്ചകൾ നടക്കുന്നത്. എന്നാൽ കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം എന്താ, നമ്മൾ അതൊന്ന് പരിശോധിക്കട്ടെ. അപ്പോൾ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, എനിക്ക് ഈ 4 വർഷത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു നേതാവിൻ്റെ പേരാണ് എന്നാണ്. ആ നേതാവിൻ്റെ പേര് എന്തായാലും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനല്ല. അപ്പോൾ പിന്നെ ആരാണ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന പേര് ഏതാണ് എന്ന് പ്രേക്ഷകർ ചോദിച്ചേക്കാം. അതിനുള്ള മറുപടി, ഈ കഴിഞ്ഞ 4 വർഷത്തെ വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനം കാണുമ്പോൾ അതിന് മുമ്പുള്ള 5 വർഷക്കാലം കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന ആ നേതാവിൻ്റെ പേരാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്ന് പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ 4 വർഷക്കാലം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി ശ്രീമാൻ വി.ഡി. സതീശനാണ് പ്രവർത്തിച്ചു വന്നത്. നമുക്കറിയാം 2021 2016 മുതൽ 2021 വരെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തലയെ ആ സ്ഥാനത്ത് നിന്ന് ഏകപക്ഷീയമായി മാറ്റിക്കൊണ്ട്, ആ മാറ്റുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയോടൊന്ന് പറയുക പോലും ചെയ്യാതെ മാറ്റിക്കൊണ്ട്, ആ മാറ്റുന്ന സമയത്ത് 21 MLA-മാരിൽ 17 പേരും രമേശ് ചെന്നിത്തലയാണ് പിന്തുണച്ചിരുന്നത് എന്നുള്ള കാര്യം പരിഗണിക്കാതെ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് 2021 പ്രതിപക്ഷ നേതാവാണ് ശ്രീമാൻ വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ വന്ന സമയത്ത് എന്തൊരു അർമാദമായിരുന്നു, എന്തൊരു ആഹ്ലാദമായിരുന്നു. താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ പ്രതിപക്ഷ നേതാവാകുന്നു. 4 പ്രാവശ്യം MLA ആയിട്ടുള്ള ഒരാൾ, വാഗ്മി, പണ്ഡിതൻ, അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നു എന്നായിരുന്നു വാദം. പ്രചരണവും അങ്ങനെയൊക്കെയായി. സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ 4 വർഷത്തെ വി.ഡി. സതീശൻ്റെ പ്രവർത്തനം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് 2016-21 കാലഘട്ടത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഓർക്കാതിരിക്കാനാവുക? 2021 മുതൽ 25 വരെയുള്ള വി.ഡി. സതീശൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് ഓർത്തിരിക്കാനായി എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, 956 ശേഷം ഇത്രയേറെ പൂത്ത് ചീഞ്ഞ് നാറി പുഴുവരിച്ച ഒരു സർക്കാർ പിണറായി വിജയൻ്റെ സർക്കാർ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ഒരുപാട് പറഞ്ഞിട്ടുള്ളത്. ആ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ നിന്ന് മാറണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് CPM-ൻ്റെ അണികളാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ഒരു സീറ്റിൽ 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള, ആ ഭൂരിപക്ഷമാണ് LDF-ന് ലഭിച്ചത്. നമുക്കറിയാം, അത് മുഴുവൻ പിണറായി വിരുദ്ധതയായി. അപ്പോൾ അത്രയേറെ ശക്തമായിട്ടുള്ള പിണറായി വിരുദ്ധത സമൂഹത്തിൽ നിലനിന്നിട്ടും അതൊന്ന് ക്രോഡീകരിച്ചെടുക്കാൻ, അതൊന്ന് ധ്രുവീകരിച്ചെടുക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള നേതൃത്വം ഈ വി.ഡി. സതീശന് കൊടുക്കാൻ കഴിഞ്ഞു സുഹൃത്തുക്കളെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര വിഷയങ്ങൾ കഴിഞ്ഞ 4 വർഷത്തിന് മേൽ കേരളത്തിലുണ്ടായി. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ വിഷയങ്ങളിൽ ഒരെണ്ണത്തിൽ പോലും ഒരു സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങൾ കോടതികളിലേക്ക് എടുക്കാനോ നിയമപോരാട്ടം നടത്താനോ എന്തിനെങ്കിലും ഈ വി.ഡി. സതീശന് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അയാൾ അധികാരമേൽക്കുമ്പോൾ, പ്രതിപക്ഷ നേതാവായി അധികാരമേൽക്കുമ്പോൾ 58 വയസ്സായിരുന്നു. ഇപ്പോൾ 4 വർഷം കഴിഞ്ഞ് 62-63 വയസ്സ്. താരതമ്യേന വളരെ ഊർജ്ജസ്വലനും ചുറുചുറുക്കുള്ള ഒരു നേതാവുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാമായിരുന്നു ഈ കഴിഞ്ഞ 4 വർഷക്കാലം? അദ്ദേഹം ഒരർത്ഥത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാനല്ലായിരുന്നു. കാരണം എന്താ? ഇത്രയേറെ പൂത്ത് ചീഞ്ഞ് നാറിയ ഒരു സർക്കാരിനല്ലേ അദ്ദേഹത്തിന് ആക്രമിക്കാൻ വേണ്ടി കിട്ടിയത്. CPM അണികൾ തന്നെ ബഹുഭൂരിപക്ഷം എതിരായിട്ടുള്ള ഒരു സർക്കാർ, എല്ലാ വിഭാഗം ജനങ്ങളുടെ മുമ്പിൽ നിന്നും ഒറ്റപ്പെട്ട ഒരു സർക്കാർ, ജനവിരുദ്ധ നയം മാത്രം മുതൽക്കൂട്ടാക്കിയ ഒരു സർക്കാർ, മുഖ്യമന്ത്രിക്ക് എതിരെ പോലും അഴിമതികൾ തിരമാലകൾ പോലെ വന്നുകൊണ്ടിരിക്കുന്ന സർക്കാർ, ധൂർത്തിൻ്റെ സർക്കാർ, കടബാധ്യതയിൽ കൊണ്ടിരുന്ന് ജനങ്ങളെ ചാടിച്ച സർക്കാർ, സ്ത്രീവിരുദ്ധമായ സർക്കാർ, അങ്ങനെ ഏറ്റവും കൂടുതൽ ജീർണിച്ച ഒരു സർക്കാരിനെ അധികാരത്തിൽ കിട്ടിയിട്ടും ആ സർക്കാരിനെതിരെ ഒന്ന് ചെറുവിരലനക്കാൻ പോലും കഴിയാതിരുന്ന
ഒരു ഒരു കഴിവുകെട്ട പ്രതിപക്ഷ നേതാവല്ലേ ഈ വി ഡി സതീശൻ? ഏതെങ്കിലും ഒരു വിഷയം കോടതിയിലേക്ക് എടുക്കാനുള്ള നട്ടല് ഇയാൾക്കുണ്ടായോ സുഹൃത്തുക്കൾ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം മകൾ ഒരു അഴിമതി കേസിൽ പ്രതിയായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുക. ആ മുഖ്യമന്ത്രിക്കെതിരെ ചെറുവിരലനക്കാൻ ഈ വി ഡി സതീശന് കഴിഞ്ഞോ സുഹൃത്തുക്കൾ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെയോ പുലമ്പുകയാണ് അയാൾ ആകപ്പാടെ ചെയ്യുന്ന എന്താണ്? ഒന്ന് പത്രസമ്മേളനം, 2 നിയമസഭയിൽ പ്രസംഗം. ഇതിനപ്പുറത്തേക്ക് ഒരു വി ഡി സതീശനെ നമുക്ക് എവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞു? കഴിഞ്ഞ 4 വർഷത്തിലധികമായി കേരളത്തിലെ ഏതെങ്കിലും പോരാട്ട ഭൂമിയിൽ, പോർമുഖത്ത് നമുക്ക് വി ഡി സതീശനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഇരകളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് സമരം ചെയ്യുന്ന, നെഞ്ചുയർത്തി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന വി ഡി സതീശനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിണറായി വിജയൻ സർക്കാർ 4 വർഷം പൂർത്തിയാക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനല്ല, മറിച്ച് രമേശ് ചെന്നിത്തലയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 2016-നും 2021-നും ഇടയ്ക്ക് ഇതേ പിണറായി വിജയൻ തന്നെയായിരുന്നു മുഖ്യമന്ത്രി. അന്ന് എത്രയെത്ര വിഷയങ്ങളിലാണ് ആ സർക്കാരിനെ രമേശ് ചെന്നിത്തല മുട്ടുകുത്തിച്ചിട്ടുള്ളത്? എത്രയെത്ര വിഷയങ്ങളിൽ. അന്ന് കോൺഗ്രസ്സുകാർ ഈ പറഞ്ഞ പോലെ തമാശയ്ക്ക് പിണറായി സർക്കാരിനെ യു ടേൺ സർക്കാർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. യു ടേൺ സർക്കാർ, എടുക്കുന്ന നിലപാടിൽ നിന്ന് ഉളുപ്പില്ലാതെ ലജ്ജയില്ലാതെ പിന്നോട്ട് പോകുന്ന സർക്കാർ എന്നാണ് അന്ന് പിണറായി വിജയൻ സർക്കാരിനെ കോൺഗ്രസ് അണികളും ജനങ്ങളും വിളിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഓർമ്മയില്ലേ സ്പ്രിംഗ്ലർ ഡേറ്റ തട്ടിപ്പ്, ആരോഗ്യ മേഖലയിലെ സ്ഥിതിവിവര കണക്കുകൾ ആരും അറിയാതെ പുറത്തേക്ക് കൊണ്ടുപോയി അതിന്റെ ഭാഗമായി തട്ടിപ്പടുത്തിയ സ്പ്രിംഗ്ലർ അഴിമതി, അത് പുറത്തു കൊണ്ടുവന്നത് രമേശ് ചെന്നിത്തലല്ലേ? ആലോചിച്ച് നോക്കി. അത് പുറത്തു കൊണ്ടുവന്നതെന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ നിയമപോരാട്ടം നിരന്തരമായി നടത്തി അനുകൂലമായ വിധികൾ വാങ്ങിച്ചത് രമേശ് ചെന്നിത്തലല്ലേ? നമുക്ക് മറക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ എത്രയെത്ര വിഷയങ്ങൾ, പമ്പ മണൽക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, ബ്രൂവർ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, ബെബ്കോ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, ഇലക്ട്രിക് ബസ്സുകൾക്കൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതികളുടെ വിഷയം, അങ്ങനെ എത്രയെത്ര അഴിമതികൾ അയാൾ പുറത്തു കൊണ്ടുവന്നു. കള്ളവോട്ട് ചേർക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട് അയാൾ നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടങ്ങൾ, അതിന് പ്രത്യേക സോഫ്റ്റ്വെയർ വരെ തയ്യാറാക്കി നിയമ പോരാട്ടങ്ങളിലേക്ക് ഇടപെട്ടു. എത്രയെത്ര വിഷയങ്ങൾ പിണറായി വിജയന് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ആ നേതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നു സുഹൃത്തുക്കളെ? ആലോചിച്ചു. 2021 കോവിഡും കിറ്റും പെൻഷനൊന്നും ഇല്ലായിരുന്നെങ്കിൽ 100 സീറ്റിൽ രമേശ് ചെന്നിത്തല അധികാരത്തിൽ വരില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയേറെ പൂത്ത് ചീഞ്ഞ് നാറി പുഴുവരിച്ച ഒരു സർക്കാർ കഴിഞ്ഞ 4 വർഷക്കാലമായി ഇവിടെ അധികാരത്തിലുണ്ടായിട്ടും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ആ സർക്കാരിൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പിണറായി സർക്കാർ 4 വർഷക്കാലം പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് കഴിവുകെട്ട ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും കഴിവുള്ള വലിയൊരു പോരാളിയായിരുന്ന വലിയൊരു തന്ത്രശാലിയായിരുന്ന 2016-21 കാലഘട്ടത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തലയുമാണ്. ശ്രീമാൻ രമേശ് ചെന്നിത്തലയെ കുറിച്ചിട്ടാണ് നമുക്ക് ഓർക്കാൻ കഴിയുന്നത്. നമ്മൾ 4 വർഷം പിണറായി സർക്കാർ പൂർത്തിയാക്കുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവല്ല, ഇതിന് മുമ്പത്തെ പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മളിൽ ഓർക്കുക, ജനങ്ങളും കോൺഗ്രസ് അണികളും ഓർക്കുക എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.